ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിച്ച് കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആമേൻ. കർത്താവ് എന്നോട് സംസാരിച്ചു, എന്നെ ഉപദേശിച്ചു, നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു, എന്നെ ഉപദ്രവിക്കുന്നവരോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല, അവരോടൊന്നും മിണ്ടുന്നില്ല, അവരെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുന്നു, അപ്പോൾ എനിക്ക് ശത്രുക്കളോട് യാതൊരുവിധമാവുന്ന പ്രതികാരവുമില്ല, പ്രതികൂലവുമില്ല, ഞാൻ ശത്രുക്കളെ സ്നേഹിക്കുന്നവളാണ് എന്നൊക്കെ വളരെ തെറ്റായ ചിന്തയോടെ ഞാൻ എൻ്റെ ജീവിതത്തിലായിരുന്നു ചില വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ മുഴങ്കാൽ മടക്കി എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സതിന് കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള വചനത്തിൽ ഞാൻ ആയിട്ടില്ല എന്ന്. എനിക്കതിന് കഴിയുന്നില്ല. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ ഒരുപാട് ദ്രോഹിക്കുന്ന ആർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പക്ഷേ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, കർത്താവേ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു കൃപ തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും കർത്താവ് ആ ഒരു കൃപയോടെ തന്നെ നമ്മളെ നിർത്തും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ വേണം. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച നാൾ മുതൽ കർത്താവ് എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവരോട് മനസ്സലിവ് കാണിക്കുവാനും, അവരോട് ക്ഷമിക്കുവാനും, അവരുടെ തിന്മയിലൊക്കെയും നന്മയായി തീരുവാനൊക്കെയും കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമുക്കാവശ്യമായ ഉപദേശങ്ങൾ കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മൾ ആ ഉപദേശത്തിന് കീഴിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ലോകത്ത് നമുക്കായിരിക്കുന്ന ഈ ലോകത്തിൽ ശത്രു നമ്മുടെ മേൽ വയ്ക്കുന്നതായ സകല കെണികളെയും ജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ 48-ാമത്തെ വചനത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. അപ്പോൾ കർത്താവ് ഈ ലോകത്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരാകുവാനാണ്. നമ്മളിൽ എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? ഈ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ആലയത്തിൽ നമ്മൾ ഒത്തിരി അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ, നമ്മുടെ കർത്താവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ സൽഗുണപൂർണരായിരിക്കാൻ നമ്മൾക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് ദൈവജനമേ? നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നല്ല മനസാക്ഷിയുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിരിക്കാൻ നമ്മളിൽ ആർക്കൊക്കെ കഴിയുന്നുണ്ട്? യോസേഫിൻ്റെ അനുഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യോസേഫിൻ്റെ സഹോദരങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തൻ്റെ മേലുള്ളതായ ആ വെളിപ്പാട്, തൻ്റെ മേൽ ദൈവം കൊടുത്തതായ ആ നിയോഗം അറിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്കുണ്ടായതായ ആ അസൂയ കാരണം എന്തെല്ലാം അനുഭവങ്ങളാണ് യോസേഫിന് ഉണ്ടായത്. കാരാഗൃഹം വാസത്തിലൊക്കെയും ദൈവത്തോട് ചേർന്നിരുന്നില്ലേ? പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞില്ലേ? അടിമച്ചന്തയിൽ വിറ്റില്ലേ? അപവാദം കേട്ടില്ലേ? അപമാനിക്കപ്പെട്ടില്ലേ? ഇതേ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നില്ലേ ദൈവജനമേ? അവിടെയൊക്കെയും നമ്മൾ കർത്താവിനോട് ചേർന്നാണോ നിൽക്കുന്നത്? അതോ നമ്മളായിട്ട് തന്നെ നമ്മൾ പ്രതികരിക്കുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പരാജയമാണെന്ന് ഇന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അനുഭവങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഒന്ന് ഓർക്കുക, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇതിനെ നമ്മൾ ജയിക്കേണ്ടത് അനേകർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തി 50-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവം ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ഒരു ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു.
ഇതുപോലെ പറയുവാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇതുപോലെ യോസേഫ് പറഞ്ഞതുപോലെ ഒരു അനുഭവത്തിലൂടെ യോസേഫിൻ്റെ സഹോദരങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ സാമാന്യമായ ഒരു ജനത്തിനാണെങ്കിൽ പറയാമായിരുന്നു, അവർ എന്നോട് ചെയ്തതായ ഉപദ്രവങ്ങൾക്ക് പകരമായി ദൈവം അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടിപ്പായ്ക്കാമായിരുന്നില്ലേ? അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കാമായിരുന്നില്ലേ? സകല അധികാരങ്ങളും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നിലുള്ള ദൈവസ്നേഹത്തെ മനസ്സിലാക്കി ആ ദൈവസ്നേഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ആ സഹോദരങ്ങളോട് ക്ഷമിച്ചിട്ട് പറയാണ്, ബഹുജനങ്ങൾക്കും നിങ്ങൾക്കും എനിക്കും ജീവരക്ഷയ്ക്കായിട്ട് ദൈവം ഇങ്ങനെയൊക്കെയും വരുത്തി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ വാസ്തവമായ ഒരു